നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വേദിക് അസ്ട്രോളജിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതും പലരും ഭയപ്പെടുന്നതും ആയ ഒരു യോഗത്തെക്കുറിച്ചാണ്. അതിൻ്റെ പേര് ചന്ദ്രനും ശനിയും ചേർന്ന ഒരു യോഗമാണ്. ആ യോഗത്തിന് പല പേരുകളും പറയുന്നുണ്ട്. ആദ്യമായി തന്നെ പറയുന്നത് വിഷയോഗം എന്നാണ്. ഭയപ്പെടാൻ മറ്റൊന്നും വേണ്ടല്ലോ, വിഷവുമായി ബന്ധപ്പെട്ടൊരു യോഗമാണ് എന്നൊരു തോന്നലാണ് അതിൽ വരുന്നത്. പിന്നെ അതിന് മറ്റ് പല പേരുകളുമുണ്ട്. അതുകൂടി നമുക്ക് ഇവിടെ പറയണം. അതിന് ശിവയോഗം എന്നും പറയുന്നുണ്ട്. അതിന് തന്നെ ശിവശക്തി യോഗം എന്നും പറയുന്നുണ്ട്. അർദ്ധനാരീശ്വര യോഗം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന ഒരു യോഗമാണിത്. നമ്മൾ ഭയപ്പെടുന്നു, കാരണം വിഷമായിട്ട് ബന്ധപ്പെട്ടൊരു യോഗമായതുകൊണ്ട്. വിഷയോഗം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷനിൽ വിഷമായിട്ട് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും ബന്ധമില്ല. അത് വിഷാദത്തിൻ്റെ ഒരു യോഗമായിട്ട് പറയാം. അതായിരിക്കാം വിഷയോഗം എന്ന് പറയുന്നത്. വിഷാദയോഗമായിട്ടാണ് ഇതിന് ബന്ധമുള്ളത്. കാരണം ഈ യോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ്. ഒന്ന് ചന്ദ്രനാണ്, ഒന്ന് ശനിയാണ്. ചന്ദ്രൻ നിങ്ങൾക്കറിയാം മാതൃത്വത്തിൻ്റെ ഒരു ഗ്രഹമാണത്. കാലപുരുഷന്റെ 4-ാം ഭാവത്തിലാണ്, 4-ാം ഹൗസാണ് ചന്ദ്രൻ്റേത്. കർക്കിടകം, ക്യാൻസർ. അവിടെ മാതൃത്വമാണ്, സ്നേഹമാണ്, നേർച്ചറിങ് ആണ്. അങ്ങനെയുള്ള പലതരം ഗുണങ്ങളുമാണ് അവിടെയുള്ളത്. വൈകാരിക ഭാവമാണ്, ഫ്ലോ ആണ്, വാട്ടർ, ജലതത്വമാണ്, ആണ് ചന്ദ്രൻ. ഫ്ലോയിങ് ആണ്. ബുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ആസ്ഥാനമാണ് 4. നേരെ വിപരീതമായിട്ട് ശനിയുടെ സ്ഥാനം മകരം, കുംഭമാണ്. മകരം 10-ാം ഭാവം, കുംഭം 11. ഈ രണ്ട് ഹൗസിൻ്റെയും ഉത്തരവാദിത്തമാണ് ശനിക്കുള്ളത്. കർമ്മം 10 എന്ന് പറയുന്നത് കാലപുരുഷൻ നമുക്ക് കർമ്മത്തെ പഠിപ്പിക്കുന്നു. കർമ്മം ചെയ്യാനുള്ള പ്രേരണകൾ നൽകുന്ന ഒരു ഹൗസാണത്. അതിൻ്റെ ഫലങ്ങൾ തരുന്നതാണ് 11. ശനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശനി മൃദുലമായ വികാരങ്ങൾ ശനിക്കില്ല. ശനിക്കെല്ലാം ഡിസിപ്ലിൻ, അച്ചടക്കമാണ്. എല്ലാത്തിനും നിബന്ധനകളാണ്. ചന്ദ്രൻ ഫാസ്റ്റായിട്ടുള്ളൊരു ഗ്രഹമാണ്. ശനിയാണെങ്കിലോ വളരെ സ്ലോ ആണ്. ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസ് വരുന്നത് കൊണ്ട് ഈ യോഗത്തിന് ചില പ്രത്യേകതകളും ഉണ്ടാകും. ആ പ്രത്യേകതകളെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതൊക്കെ ഈ ലോകത്തിലുള്ള ഒരാളും മറ്റൊരാളെ പോലെയല്ല. എല്ലാവർക്കും അവരുടേതായ ശൈലികളുണ്ട്, സ്വഭാവ സവിശേഷതകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ ഈ ലോകം വന്നാൽ ഇതിന് നിലനിൽപ്പുണ്ടാവില്ല. ഇവിടെ വേദങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടാകണം, തത്വശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടാകണം, അതുപോലെ തന്നെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടാകണം, അറവുകാരുണ്ടാകണം, മത്സ്യം പിടിക്കുന്നവരുണ്ടാകണം, കൃഷിക്കാരുണ്ടാകണം. അങ്ങനെ ധർമ്മവും അധർമ്മവുമായ പല കാര്യങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു സമൂഹമാണ് ഈ ലോകം. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ചില കർമ്മ ദോഷങ്ങളും കർമ്മ സവിശേഷതകളും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ശനി
ചന്ദ്രയോഗമുള്ള ആൾക്കാർ ഭയപ്പെടാനില്ല. കാരണം അവർക്കും അവരുടേതായ ചില ഈ വിധികളുണ്ട്. പ്രത്യേകിച്ച് ശനി ചന്ദ്രയോഗം എന്ന് പറയുന്നത് അവിടെ ശനിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ പൂർവജന്മത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഈ യോഗത്തിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ ചെയ്യണം. നമ്മുടെ ഈ പ്രായോഗിക ഈ ജീവിതത്തിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്, അത് അനുഷ്ഠിച്ചേ പറ്റൂ. അപ്പോൾ ശനി ചന്ദ്രയോഗമുണ്ട്, ഞാൻ ഇനി ഒന്നിനും ഫിറ്റല്ല, ഞാൻ എല്ലാത്തിനും റിട്ടയർ ചെയ്യേണ്ട ആളാണ് എന്ന് ധരിക്കരുത്. അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ലോകത്തെ സമ്പുഷ്ടമാക്കാനുള്ള ഒരു യോഗം കൂടി ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം നമുക്ക് ഈ യോഗം കൊണ്ട് കിട്ടാനുള്ള ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ കരിയർ സെലക്ട് ചെയ്യണം. ഞാൻ ഈ കരിയർ എന്ന് പറയുമ്പോൾ ഒരു കരിയറായിട്ട് നമ്മൾ പാലാഴി മഥനത്തിന് എടുക്കണം. ഈ യോഗക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ യോഗമുള്ള ആൾക്കാർ എപ്പോഴും ഏത് കരിയർ സെലക്ട് ചെയ്യുമ്പോഴും അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. ദീർഘകാലത്തിൽ അതിനൊരു പർപ്പസ്, ആ പർപ്പസിൽ നമ്മൾ പ്രായോഗികമായ ചിന്തകളിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് അതിനെ കൊണ്ടുപോകണം. നമുക്ക് സ്വാർത്ഥത ഒരു എക്സ്റ്റെൻഡ് വരെ ഉണ്ടാകരുത്. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കർമ്മമേഖല സെലക്ട് ചെയ്യുന്നുവോ ആ കർമ്മമേഖലയിൽ കൂടി സാധാരണക്കാരന് ഉപകാരം ചെയ്യാനുള്ള ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അതാണ് ഈ ശനി ചന്ദ്രയോഗം കൊണ്ട് അതിൽ നിന്ന് അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ അവനൊരു ഒരു വലിയ തരത്തിലുള്ള വിദ്യകൾ പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ കുറച്ച് സമയം സാധാരണക്കാരനും അവൻ്റെ വിദ്യ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ഒരു ഡോക്ടറാണെങ്കിൽ കുറച്ച് പാവങ്ങളെ ശുശ്രൂഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ആ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം സാധാരണക്കാരന് എത്തിക്കാൻ തരത്തിലുള്ള അത് നമ്മൾ ആക്കിക്കൊണ്ട് ആ ഒരു പ്രൊഫഷനെ നമ്മൾ കൊണ്ടുപോകണം. കൃഷിക്കാരനാണെങ്കിലും ഏത് തരത്തിലുള്ള ജോലിയിലും, കാരണം ഈ ഒരു യോഗം ഓൺട്രപ്രീനേഴ്സ് ഒക്കെ ആകാനുള്ള യോഗമാണ്. കാരണം അധ്വാനിക്കാൻ തയ്യാറുള്ള ശനിയും ബുദ്ധിയും സ്ഥിരതയും ഒക്കെ ഈ യോഗത്തിനുണ്ട്. അപ്പോൾ ഈ യോഗം ഉള്ള ആൾക്കാർ അവർക്ക് അനുകൂലമായ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്താൽ അവർ വളരെ ഉയർന്ന സ്ഥിതിയിലേക്ക് പോകും. ഞാൻ ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് 2-3 പേരെ പറഞ്ഞു തരാം. ഒന്ന് മഹാത്മാ ഗാന്ധിയാണ്, മറ്റൊന്ന് ഡാർവിനാണ്. സയന്റിഫിക് ആയിട്ടുള്ള മേഖലയിൽ കൂടി സാധാരണക്കാരന് ഗുണം ചെയ്യാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. അബ്രഹാം ലിങ്കണാണ്, സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ലക്ഷ്യം, ദീർഘകാല ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ അവർ കൂടുതലായിട്ട് സാധാരണക്കാരനെ ലക്ഷ്യമിട്ടു, അവർക്കുള്ള ഉന്നമനത്തിനായിട്ടുള്ള. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ സാധാരണക്കാരന് വേണ്ടി നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ പ്രൊഫഷനെ കൊണ്ടുപോയാൽ ഈ യോഗം നമുക്ക് വളരെ ഗുണഫലങ്ങൾ ചെയ്യും. അതാണ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ പാലാഴി മഥനം എന്നുള്ള ഒരു പ്രൊഫഷനായിട്ട് എടുക്കുക. നമുക്ക് അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അത് അമൃതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അത് തുടക്കത്തിൽ എല്ലാവരും അനുഭവിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള ദീർഘകാല ലക്ഷ്യങ്ങൾ, അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ ഈ യോഗം, അതായത് ചന്ദ്ര ശനി യോഗം, നമ്മൾ പറയുന്ന വിഷയോഗം, അതിനും ഞാൻ പറഞ്ഞില്ലേ, അതിന് ശിവയോഗമെന്നും ശിവശക്തി യോഗമെന്നും അർദ്ധനാരീശ്വര യോഗമെന്നും ഒക്കെ മറ്റു പേരുകളുണ്ട്. ആ യോഗങ്ങളാക്കി നമുക്ക് മാറ്റാം. നമുക്കതിനുള്ളൊരു ഉദാഹരണം തന്നെ പാലാഴി മഥനത്തിൽ കാണാം. പാലാഴി മഥനത്തിൻ്റെ വലിയ ഒരു ജോലി
ആ ജോലിയുടെ തുടക്കത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ അനുഭവം എന്താണ്? ഹലാഹൽ എന്ന് പറയുന്ന അതിഉഗ്ര വിഷമാണ് അവിടുന്ന് വരുന്നത്. ലോകം തന്നെ ഇല്ലാതാകുന്ന ഒരു വിഷം. ആ വിഷം ശിവൻ കഴിക്കുന്നു. അവിടെ ശിവൻ നീലകണ്ഠനാവുന്നു. നമുക്ക് നോക്കണം അവിടെ. ആ പാലാഴി മഥനത്തിന്റെ 2-3 ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ വരുന്നുണ്ട്. ചന്ദ്രൻ ശിവന്റെ തലയിലാണ്. കാരണം ശിവന്റെ ആ വളരെ ചൂടനുഭവിക്കുന്ന സമയത്താണ് ഈ ജലകാരകത്വമുള്ള ചന്ദ്രൻ വരുന്നത്. ചന്ദ്രൻ ശിവന്റെ ജടയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ശിവൻ എന്താകുന്നു? ചന്ദ്രശേഖരനുമാകുന്നു. ഈ ഒരു കർമ്മത്തിന്റെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യം വിഷം ഉണ്ടായിരുന്നെങ്കിലും നീലകണ്ഠനായ ശിവൻ പിന്നീട് അവിടുന്ന് തന്നെ ചന്ദ്രശേഖരനായി മാറുന്നു. അവിടെ തന്നെ നിന്ന് പിന്നെ കിട്ടുന്ന പല കാര്യങ്ങളും എല്ലാം ലോകത്തിന് ഉപകാരപ്രദമായിരുന്നു. അതാണ് ഈ യോഗത്തിന്റെ പ്രാധാന്യം. ആദ്യം കുറെ ഹേർഡിൽസ്, പ്രോബ്ലംസ്, മാനസിക സംഘർഷങ്ങൾ ഒക്കെ ഉണ്ടാവും. ഈ യോഗമുള്ള ആൾക്കാർക്ക് മാതൃപരമായിട്ടൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്നതിലുമൊക്കെ ഇവർ പരാജയപ്പെടും, അല്ലെങ്കിൽ അവർക്ക് സ്ഥിരത കിട്ടില്ല. ഈ യോഗത്തിന്റെ കറക്റ്റ് സമയം എന്ന് പറയുന്നത് അറൗണ്ട് 30, 35, 36 അങ്ങനെയുള്ള ഒരു കാലഘട്ടം ആവുമ്പോഴേക്കും ഇവർ കറക്റ്റായ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്തിരിക്കും. അങ്ങനെ സെലക്ട് ചെയ്താൽ അവർക്ക്, കാരണം അവരുടെ കയ്യിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. ഈ അനുഭവ സമ്പത്തോടുകൂടി ഇവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഏത് തരത്തിലുള്ള ജോലിയും ആക്സെപ്റ്റ് ചെയ്യാനും അത് വിജയിപ്പിക്കാനുമുള്ളൊരു കഴിവ് ഈ യോഗക്കാർക്കുണ്ടാകും. കാരണം അനുഭവങ്ങൾ ധാരാളമുണ്ട്. ശനി, നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശനി ആരാണ്? അത് കുട്ടിക്കാലത്ത് ഒരുപാട് ദോഷ അനുഭവങ്ങൾ ഉണ്ടായ ഒരു കുട്ടിയായിരുന്നു ശനി. സൂര്യൻ സ്വന്തം പിതാവ് തന്നെ സംശയത്തോടുകൂടി വീക്ഷിച്ചിരുന്നു ശനിയുടെ ആ നിറം, കറുപ്പ് നിറമൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവിടെ ശനിക്ക് അഭയം, ശനി എന്നും ശനിയുടെ അമ്മയായ ഛായയും ശിവഭക്തിയായിരുന്നു. അങ്ങനെ ശനിയുടെ വളരെ ശക്തമായ ശിവ പ്രാർത്ഥനയിൽ പ്രീതിപ്പെട്ട ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും സൂര്യനെ ധരിപ്പിക്കുന്നു. ഇത് ശനിയുടെ ദോഷമല്ല, സൂര്യന്റെ ആ ഉഗ്ര വീക്ഷണം കൊണ്ടാണ് ആ നിറം വന്നത്. അങ്ങനെ എല്ലാം വിവരിച്ചു കൊടുത്ത് ശനിയോട് സൂര്യന് വളരെ സ്നേഹം ഉണ്ടായി. ശനിയുടെ പ്രവർത്തനത്തിൽ വളരെ സന്തുഷ്ടനായ ശിവനാണ് ശനിക്ക് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ, നമ്മുടെ ഈ വേദിക് അസ്ട്രോളജിയിൽ കർമ്മസ്ഥാനം, കർമ്മത്തിന്റെ ഫലം. ശനി എന്ന് പറഞ്ഞാൽ ഇസ് എ ടീച്ചർ, എല്ലാം പഠിപ്പിക്കുന്നു. നമ്മൾ പഠിപ്പിച്ചിട്ടാണ് നമുക്ക് ഫലം തരുന്നത്. നിയമജ്ഞനാണ്. നിർബന്ധ ബുദ്ധികളുണ്ടെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും സ്ലോ ആണെങ്കിലും ശനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്. എഞ്ചിനീയറിംഗ് ഫീൽഡായാലും മറ്റ് മൈനിങ് ഫീൽഡായാലും നമ്മുടെ ഈ സേവന ഫീൽഡുകളായാലും കൃഷിയായാലും എല്ലാ ഫീൽഡിലും ഈ യോഗമുള്ളവർ, പ്രത്യേകിച്ച് ഈ നമ്മളെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം അവരൊരു പ്രായോഗികമായിരിക്കും. വെറുതെ കാട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവക്കാരായിരിക്കില്ല. വിവേകാനന്ദൻ സ്പിരിച്വലായിരുന്നു, പക്ഷേ അദ്ദേഹം വേദനിച്ചത് സാധാരണക്കാരുടെ പട്ടിണിയെക്കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു. അങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉള്ളിൽ ഉള്ള ഒരു യോഗമാണ് ഈ ചന്ദ്ര ശനി യോഗം. ശ്രദ്ധിക്കേണ്ടത് ലക്ഷ്യമുണ്ടായിരിക്കണം. പാലാഴി മഥനത്തിന്റെ ലക്ഷ്യം പോലെ
നമുക്കും ഒരു ലക്ഷ്യം, ദീർഘകാലത്തിൽ അത് മാനവ ഉന്നമനത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, ചെറിയ ജോലിയായാലും അത് ചെറിയൊരു ലക്ഷ്യം, അവിടെ അതിനൊരു പങ്ക് സാധാരണക്കാരന് ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ എന്ത് ജോലി സെലക്ട് ചെയ്താലും ഈ യോഗക്കാർക്ക് അത് വളരെ ഗുണം ചെയ്യും. അവർക്ക് അവരുടേതായ, ഞാൻ പറഞ്ഞ ആ ഒരു മനസ്സിൻ്റെ സംഘർഷം ഇല്ലാതാകും. അവർക്ക് ഉയർന്ന സ്ഥിതിയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാനുമാകും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുക. കൂടുതൽ യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. യാത്ര ഈ യോഗക്കാർക്ക് വളരെ നല്ലതാണ്. കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്ത് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് വിമർശനത്തിനും ഈവൻ ശിക്ഷകൾ കൂടി അനുഭവിക്കേണ്ട ഒരു യോഗമാണ് ഇത്. ആദ്യ കാലഘട്ടങ്ങളിൽ അത് ശനീൻ്റെ ഒരു അനുഭവം പോലെ തന്നെയായിരിക്കും. പിന്നെയാണ് അവർ ഉയർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്കൊരു സ്നേഹത്തിൻ്റെ കിട്ടായ്മ ഉണ്ടാവും. അത് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ യോഗക്കാരെന്ത് ചെയ്യണം? യാത്ര ചെയ്ത് പബ്ലിക്കുമായിട്ട് ഒരുപാട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. ഒരിക്കലും ഇൻട്രോവേർട്ട് ആകരുത്. വീട്ടിൽ ഈ പെറ്റ്സിനൊക്കെ വളർത്തുന്നത് ഈ യോഗക്കാർക്ക് നല്ലതാണ്. യാത്ര ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ശിവശക്തി യോഗമുള്ളതാണ്. അപ്പോൾ ശിവനും അർദ്ധനാരീശ്വരൻ്റെ ആ ശിവനും ദേവിയും, അതല്ലെങ്കിൽ ശിവൻ്റെ ജടയിൽ ചന്ദ്രൻ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ, ഒരു രൂപം മനസ്സിൽ കണ്ട് നമ്മളെ പ്രാർത്ഥന അങ്ങനെ കൊണ്ടുപോകുക. ഗണപതി, ഹനുമാൻ മുതലായ ദേവന്മാരെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ കൂടുതലായിട്ട് ജനങ്ങളെ എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള മനോഭാവത്തോടുകൂടി ജീവിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരിക്കലും വിമർശിക്കാൻ നമ്മൾ തയ്യാറാകരുത്. അവരെന്ത് ചെയ്താലും അവർ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കാര്യം. ഒരിക്കലും ആരെയും ഈ യോഗക്കാർ വിമർശിക്കരുത്. അങ്ങനെയെല്ലാം നമ്മൾ സ്വഭാവങ്ങൾ ക്രമീകരിച്ചാൽ വിവേകാനന്ദനായും അബ്രഹാം ലിങ്കണനായും മഹാത്മാഗാന്ധിയായും ഒക്കെ ഉയരാനുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രായോഗിക ബുദ്ധി, ഒരു കൂടുതലായിട്ടുള്ള ഒരു യോഗമാണിത്. നിങ്ങൾ അതുപോലെ അതിനർഹിക്കുന്ന വാല്യൂ കൊടുത്തിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇത് നല്ലൊരു യോഗമായിട്ട്, ഒരിക്കലും ഇത് ഒരു വിഷയോഗമല്ല, വിഷാദത്തിൻ്റെ ഒരു അംശം മാത്രമേ ഈ യോഗത്തിലുള്ളൂ. അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അത് പ്രൊഫഷൻ കൊണ്ടാണ് അതിജീവിക്കേണ്ടത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, തൽക്കാലം ഇത്രമാത്രം. അടുത്ത് ഇത് വലിയൊരു വിഷയമാണ്, ഒരുപാട് പറയാനുണ്ട്. അത് പിന്നീടൊരവസരത്തിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.